10 വർഷത്തിന് ശേഷം സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കാൻ ഒരുങ്ങുകയാണ് UDF എന്ന രാഷ്ട്രീയ സംവിധാനം. എന്താവും UDFന്റെ ഭരണശൈലി? 10 വർഷത്തിന് ശേഷം മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടും? ഒരു തലമുറ മാറ്റമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിലും UDFിലും ഒക്കെ സംഭവിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി എന്നത് ഇതുവരെ ഒരു മന്ത്രിസഭയിലും അംഗം ആവാത്ത വ്യക്തിയാണ് വരുന്നത്. സ്വാഭാവികമാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രി എന്ന പ്രത്യേകതയും VD സതീശനുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ നിരവധി പ്രത്യേകതകളും പുതിയ തുടക്കവുമാണ് UDF ലക്ഷ്യമിടുന്നത്. അവരുടെ അവകാശവാദങ്ങൾക്കൊപ്പം ഈ മുന്നണി സംവിധാനങ്ങൾക്ക്, ഈ മന്ത്രിസഭയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ് വലിയ ചോദ്യം. എന്തായാലും വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും തുടക്കത്തിൽ ശുഭകരമായ അന്തരീക്ഷം തന്നെയാണ് UDFന് മുന്നിലുള്ളത്. ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇനി തീരുമാനിക്കപ്പെടേണ്ടത് പ്രധാനപ്പെട്ട ചില കടമ്പകളാണ്. ഒന്ന്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ്? ആർക്കൊക്കെ ഇടം കിട്ടും? കോൺഗ്രസ് എത്ര സ്ഥാനങ്ങൾ ഏറ്റെടുക്കും? ഘടകകക്ഷികൾക്ക് ഏതൊക്കെ? പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് 5-ാം മന്ത്രിവാദം 2011 5 മന്ത്രിമാരുണ്ടായിരുന്ന ലീഗിന് അതേ സ്ഥിതി തന്നെയാണോ? അതല്ല അല്പം കൂടി കടന്ന കൈ അവർക്ക് വിട്ടുകൊടുക്കുന്നുണ്ടോ? ചെറു കക്ഷികൾക്ക് എന്തൊക്കെ? ആർക്കൊക്കെ കിട്ടും, ആർക്കൊക്കെ കിട്ടില്ല? സീറ്റ് വീതം വെപ്പ്, ടേം വ്യവസ്ഥയിലുള്ള വീതം വെപ്പുകൾ സാധ്യമാണോ? ഇടതുമുന്നണി പരീക്ഷിച്ചതാണത്. അങ്ങനെയെങ്കിൽ അത്തരം ധാരണകൾ UDFും കൊണ്ടുവരുമോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരാവും സ്പീക്കർ എന്ന ചോദ്യം. കാരണം സ്പീക്കർ സ്ഥാനം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോഴും അവശേഷിക്കുന്ന ഒരു കാര്യം, സുധാകരനെ പോലെയുള്ള പേരുകൾ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിലും കോൺഗ്രസിൻ്റെ ചില അനൗദ്യോഗിക ചർച്ചകളിലുമൊക്കെ ഉയർന്നു വന്നതാണ്. സുധാകരൻ, CPM വിട്ടിറങ്ങിയ സുധാകരൻ ഇത്തവണ സ്പീക്കറായി മാറുമോ? അദ്ദേഹം ആ പദവി ഏറ്റെടുക്കുമോ? കോൺഗ്രസ് ആ ഓഫർ മുന്നോട്ട് വെക്കുമോ? ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്കൊക്കെയാണ് ഇന്നത്തെ ഒരു പകൽ ദിനം വ്യക്തത നമ്മൾ പ്രതീക്ഷിക്കുന്നത്. UDFിൻ്റെ നേതൃയോഗം ചേരുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത ശേഷമുള്ള ആദ്യ UDF യോഗത്തിൽ മുന്നണികളുടെ മന്ത്രിസ്ഥാനം വീതവെപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ തീരുമാനത്തിലേക്ക് വരുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്താണ് കോൺഗ്രസിലെ ചർച്ചകൾ, എന്താണ് ആലോചനകൾ എന്ന കാര്യമാണ് നോക്കുന്നത്. ആദ്യം പോകുന്നത് VR കാർത്തിക് ഉണ്ട്. നമുക്കിപ്പം കാർത്തികിലേക്ക് തന്നെ പോകാം. കാർത്തിക്, കന്റോൺമെൻറ്റ് ഹൗസ് ഒരു പവർ സെൻ്ററാണ് ഇപ്പോൾ മാറിക്കഴിഞ്ഞത്. കാരണം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അദ്ദേഹം കന്റോൺമെൻറ്റ് ഹൗസിലാണുള്ളത്. രാവിലെ മുതൽ ആളുകൾ ഇങ്ങനെ വന്നു പോവുകയാണ്. അത് സംസ്ഥാനത്തിൻ്റെ ഭരണ നേതൃത്വത്തിലുള്ള എല്ലാവരും തന്നെ വന്നു പോകുന്നുണ്ട്. എന്താണ് UDF യോഗത്തിൻ്റെ ആലോചനകൾ? അതിൽ ഈ കോൺഗ്രസ് ഇത്തവണ ആലോചനകൾ നടത്തുന്നത് എത്ര മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാനാണ്? അതിൽ 11+1 മുഖ്യമന്ത്രിക്ക് പുറമെ 11 മന്ത്രിമാർ എന്നതാണോ? അതല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ 11? ഇതാണോ ആലോചനകൾ? ഏത് രീതിയിലാണ് കോൺഗ്രസ് ഈ വിഷയത്തെ ഇപ്പോൾ കണ്ടിരിക്കുന്നത്? സജിത്ത് പറഞ്ഞതുപോലെ കന്റോൺമെന്റ് ഹൗസ് വീണ്ടും ഒരു പവർ സെന്ററായി മാറുകയാണ്. രാവിലെ മുതൽ തന്നെ നേതാക്കളുടെ വലിയ തിരക്കാണ് കന്റോൺമെന്റ് ഹൗസിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.